ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജ്. ഇവിടെ 3 കാർഡ്സാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഹാങ്ഡ് മാൻ, രണ്ടാമത്തെ 2 ഓഫ് കപ്സ്, മൂന്നാമത്തെ 10 ഓഫ് വാൻസ്. ഹാങ്ഡ് മാൻ ഒരു മേജർ ആർക്കാന കാർഡാണ്. ഇതിൻ്റെ മീനിങ് പറയുന്നത് സ്റ്റക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. നിങ്ങൾ ഒരുപാട് നാളായിട്ട് സ്റ്റക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് മുന്നേ ലഭിച്ച അനുഭവങ്ങളിൽ അതിൻ്റെ ആഘാതം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അതൊരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഒരു സ്റ്റക്കായിട്ട് കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ ജീവിതം വല്ലാത്തൊരു മടുപ്പ് പോലെയായിട്ട് തോന്നുന്നുണ്ടാവും. എന്ത് ചെയ്താലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ഒരുപാട് സങ്കടം വരാം. ഇമോഷണലി നിങ്ങൾ ഭയങ്കര ഡാമേജ് ആയ പോലെയാണ് കാണുന്നത്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരേണ്ട സമയമാണിത്. എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ നല്ല പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഒരു ഗോൾ കാർഡൊക്കെ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോകുക. എല്ലാത്തിനും ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. എല്ലാവരുടെ ലൈഫിലും ഓരോ സ്റ്റേജ് എത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. സ്റ്റക്കായ പോലെ ഫീൽ ചെയ്യും, മുന്നോട്ട് പോവാൻ ബുദ്ധിമുട്ട്, ജീവിതത്തിനോട് മടുപ്പ്, ഇതൊക്കെ ഉണ്ടാവും. ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടി ഒരു ആകെത്തുകയാണ്. സന്തോഷം, ദുഃഖം ഇവയെല്ലാം ഉണ്ടാവും നമ്മളുടെ ലൈഫിൽ. പക്ഷേ ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനെ നല്ല രീതിയിൽ നേരിടുക, അല്ലാതെ മടുത്ത് ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയായിരിക്കും നഷ്ടം. ഇത് ലൈഫാണ്, മുന്നോട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. ഇഷ്യൂസൊക്കെ വരുന്നത് നമ്മളെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിലുള്ള ശക്തി നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി യൂണിവേഴ്സ് തരുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ. നമ്മളതിനെ നല്ല രീതിയിൽ തന്നെ നേരിടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ നന്മയും നേരുന്നു. താങ്ക് യു ഡിയേഴ്സ്.